ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിന്റെ വിശാലമായ പുൽമേടുകളിൽ ഒരു പുലി ഒറ്റയ്ക്ക് ജീവിക്കുന്നു. കൂട്ടമോ സുഹൃത്തുക്കളോ ഇല്ലാതെ അതെല്ലാ ദിവസവും ഭക്ഷണവും വെള്ളവും തേടി അലയുന്നു. ശക്തമായ ശരീരം, മിന്നുന്ന കണ്ണുകൾ, പക്ഷേ ആ കണ്ണുകളിൽ എപ്പോഴും ഒരു ഒറ്റപ്പെടലിന്റെ നിശബ്ദ ദുഃഖം. ഒരു ദിവസം സൂര്യൻ കത്തിയെരിഞ്ഞു. പുൽമേടുകൾ വരണ്ടുണങ്ങി. പുലിക്ക് ഒന്നും കിട്ടിയില്ല. മണിക്കൂറുകൾ അലഞ്ഞു. വിശപ്പ് അതിനെ തളർത്തി. കാലുകൾ വിറച്ചു. തല കറങ്ങി. ദൂരെ നിന്ന് പുകയുടെയും അപരിചിതരുടെയും മണം അതിനെ ആകർഷിച്ചു. ജീവന്റെ ലക്ഷണം തേടി അത് നടന്നു. പക്ഷേ അത് സങ്കേതം വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞില്ല. പച്ചപ്പ് കുറഞ്ഞു. മണ്ണുപാതകളും വീടുകളും അപരിചിത ശബ്ദങ്ങളും പ്രത്യക്ഷപ്പെട്ടു. ജിം കോർബറ്റിന്റെ അതിർത്തിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പുലിയെത്തി. വർണ്ണാഭമായ വീടുകൾ, കളിക്കുന്ന കുട്ടികൾ, വസ്ത്രം കഴുകുന്ന സ്ത്രീകൾ എല്ലാം പുതിയതായിരുന്നു. പക്ഷേ അതിനെ കണ്ടതും ഒരു നിലവിളി ഗ്രാമത്തെ കുലുക്കി. ആളുകൾ ഓട്ടി, കുട്ടികൾ കരഞ്ഞു. പുലി ആകെ കുഴങ്ങി തെരുവിന്റെ നടുവിൽ നിന്നു. ചില യുവാക്കൾ വടികളുമായി എത്തി. കണ്ണുകളിൽ ധൈര്യവും ജാഗ്രതയും. വന്യമൃഗങ്ങൾ ഗ്രാമത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ പുലിയെ ആദ്യമായാണ് കാണുന്നത്. അവർ വടിവീശി ആർത്തു. പുലിയെ ഓടിക്കാൻ ശ്രമിച്ചു. പുലിക്ക് ഭയമായി. എന്തിനാണ് തന്നെ ഓടിക്കുന്നതെന്ന് മനസ്സിലായില്ല. ശബ്ദവും വടികളുടെ ശബ്ദവും അതിനെ പരിഭ്രാന്തനാക്കി. അത് തിരിഞ്ഞോടി. ദിശയറിയാതെ ആ ബഹളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം ഓടി. ഓടുന്നതിനിടയിൽ ശ്രദ്ധിക്കാതെ അത് ഒരു ആഴമുള്ള കുഴിയിൽ വീണു. വൃത്താകൃതിയിലുള്ള കുഴി, ചെങ്കുത്തായ ഭിത്തികൾ, ചെളിയും അല്പം വെള്ളവുമടിയിൽ. വീഴ്ച വേദനിപ്പിച്ചു. പുറവും കാലുകളും കത്തി. തല മണ്ണിലിടിച്ചു. എല്ലാം മങ്ങി. പുലി എഴുന്നേൽക്കാൻ ശ്രമിച്ചു, പക്ഷേ ചെളിയിൽ വഴുതി. തണുത്ത വെള്ളം ശരീരത്തിൽ കയറി. വിശപ്പും ഭയവും അതിനെ തളർത്തി. മുകളിൽ നിന്നുള്ള ശബ്ദങ്ങൾ മങ്ങി. പുലിക്ക് ചലിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. അത് നിരാശയോടെ ഞരങ്ങി. കണ്ണുകൾ മങ്ങി. അവസാന നിമിഷം നീലാകാശം കണ്ട് അത് പശ്ചാത്തപിച്ചു. പിന്നെ കുഴിയിൽ അവശനായി അത് ബോധം നഷ്ടപ്പെട്ടു. പിറ്റേന്ന് കാലികൾ മേയ്ക്കുന്നവർ കുഴി കണ്ടു. പുലിയുടെ ശരീരം നിശ്ചലമായി കിടക്കുന്നു. ആദ്യം അവർ ഭയന്നു. ചിലർ കുഴി മൂടാൻ പറഞ്ഞു. പക്ഷേ ഒരു മുതിർന്നയാൾ പരിശോധിക്കാൻ നിർദ്ദേശിച്ചു. അടുത്തപ്പോൾ ഒരാൾ വിളിച്ചു, ഇത് ശ്വസിക്കുന്നു. കണ്ണുകൾ അല്പം തുറന്നിരിക്കുന്നു. പെട്ടെന്ന് എല്ലാവരും മാറി. കൂടുതൽ ആളുകളെ വിളിച്ചു. കയറുകളും വടികളും ഉപയോഗിച്ച് അവർ ഒന്നിച്ച് പുലിയെ മുകളിലേക്ക് വലിച്ചു. നിലത്ത് പുലി ദുർബലനായി കിടന്നു, പക്ഷേ ശ്വാസമുണ്ടായിരുന്നു. ഒരാൾ ജിം കോർബറ്റ് വനപാലകരെ വിളിച്ചു. 30 മിനിറ്റിനുള്ളിൽ 2 വനപാലകരെത്തി. അവർ ജാഗ്രതയോടെ പുലിയെ പരിശോധിച്ചു. ഒരാൾ അതിന്റെ നെഞ്ചിൽ തൊട്ടു. ക്ഷീണം മാത്രമാണ്, വലിയ പരിക്കില്ല. സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയമിടിപ്പും ശരീരോഷ്മാവും പരിശോധിച്ചു. നമുക്കിതിനെ വെറ്ററിനറി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. പരിചരണം കിട്ടിയാൽ ജീവിക്കും, അവർ പറഞ്ഞു. ഒരു പ്രത്യേക വാഹനം വന്നു. പുലിയെ മരപ്പലകയിൽ കയറ്റി ട്രക്കിലേക്ക് മാറ്റി. ഗ്രാമവാസികൾ നോക്കി, മനസ്സിൽ പ്രാർത്ഥനയോടെ. വനത്തിലെ വെറ്ററിനറി ക്ലിനിക്കിൽ ഡോക്ടർമാർ തയ്യാറായിരുന്നു. പുലിയെ പരിശോധന മേശപ്പുറത്തുവെച്ചു. 3 ഡോക്ടർമാർ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഒരാൾ ഗ്ലൂക്കോസ് കുത്തിവെച്ചു. മറ്റൊരാൾ വിറ്റാമിൻ കുത്തിവെച്ചു. ഹൃദയമിടിപ്പും ആന്തരികാവയവങ്ങളും പരിശോധിച്ചു. എല്ല് പൊട്ടിയിട്ടില്ല, ആന്തരിക പരിക്കില്ല. വിശപ്പും ഡീഹൈഡ്രേഷനും മാത്രം, ഡോക്ടർ പറഞ്ഞു. പുലിയെ ഒരു പ്രത്യേക മുറിയിൽ വെച്ചു. ക്യാമറകളും 24 മണിക്കൂർ നിരീക്ഷണവും ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ അത് നിശ്ചലമായി കിടന്നു. ഇടയ്ക്ക് ഞരങ്ങി. പക്ഷേ ശ്വാസം സ്ഥിരമായി. പിറ്റേന്ന് ഡോക്ടർ അല്പം പച്ച മാംസം നൽകി. മാംസത്തിന്റെ മണം അതിനെ ഉണർത്തി. കണ്ണുകൾ തുറന്നു. തല ഉയർത്തി. മാംസം നക്കാൻ തുടങ്ങി. എല്ലാവർക്കും ആശ്വാസമായി. അടുത്ത 3 ദിവസം പുലിക്ക് പോഷകാഹാരവും തീവ്രപരിചരണവും നൽകി. അത് ശക്തി വീണ്ടെടുത്തു. പതിയെ എഴുന്നേറ്റു. കൂട്ടിൽ നടന്നു. ഓരോ ഭക്ഷണവും അത് മുഴുവൻ തിന്നു. കണ്ണുകൾ വീണ്ടും തിളങ്ങി. ഡോക്ടർമാർ സന്തോഷിച്ചു. പുരോഗതി റിപ്പോർട്ട് ചെയ്തു. ഒരു യോഗം ചേർന്നു. പുലിയെ വനത്തിലേക്ക് മടക്കാൻ തീരുമാനിച്ചു. ഒരു തണുത്ത പ്രഭാതത്തിൽ ഒരു വലിയ ഇരുമ്പുകൂടുള്ള ട്രക്ക് തയ്യാറാക്കി. പുലിയെ കൂട്ടിൽ വെച്ചു. അത് ശാന്തമായി കിടന്നു. പുറത്തേക്ക് പരിചിതമായ പുൽമേടുകളിലേക്ക് നോക്കി. ട്രക്കിൽ 2 വനപാലകർ ഉണ്ടായിരുന്നു. അവർ വനത്തിന്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്തു. ഒരു ശാന്തമായ സ്ഥലത്ത് വാഹനം നിർത്തി.
ചുറ്റും മറ്റ് മൃഗങ്ങളില്ലെന്ന് ഉറപ്പാക്കി. ഒരാൾ കൂടിന്റെ വാതിൽ പതിയെ തുറന്നു. മറ്റൊരാൾ പുലിയുടെ പ്രതികരണം നിരീക്ഷിച്ചു. പുലി ഒരു നിമിഷം മടിച്ചു. പിന്നെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടി. തല ഉയർത്തി ആഴമായി ശ്വാസം വലിച്ചു. വന്യമായ പുല്ലിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മണം അത് തിരിച്ചറിഞ്ഞു. ആരും ബഹളം വെച്ചില്ല. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു നിശബ്ദ നിമിഷം. പുലി പതിയെ നടന്നു, പിന്നെ ഓട്ടി പച്ചപ്പിലേക്ക് അലിഞ്ഞു. ആ നിമിഷം വിജയവും സമാധാനവും എല്ലാവർക്കും അനുഭവപ്പെട്ടു. അവർ ഒരു ജീവനെ മാത്രമല്ല, ഒരു ആത്മാവിന് സ്വാതന്ത്ര്യം നൽകിയെന്നും അറിഞ്ഞു. വനപാലകർ കൂടടച്ചു, വാഹനം തിരിച്ചു. പ്രഭാതസൂര്യന്റെ വെളിച്ചത്തിൽ അവർ തിരിച്ചുപോയി. പുലിയോ, അത് ഇനി ഒറ്റയ്ക്കല്ല, ജിം കോർബറ്റിന്റെ ജീവനുള്ള ഭാഗമായി എന്നേക്കും.